നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് പഞ്ചഗ്രഹ യോഗ നിരൂപണമാണ്. കല്യാണവർമാവാൽ വിരചിതമായ സാരാവലിയിലെ പഞ്ചഗ്രഹ യോഗ നിരൂപണത്തിൽ ഇവിടെ വരുന്ന പഞ്ചഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം ഇവിടെ പഞ്ചഗ്രഹ യോഗങ്ങളിൽ വരുന്ന ഗ്രഹങ്ങൾ ചന്ദ്രനും ചൊവ്വയും വ്യാഴവും ശുക്രനും ശനിയുമാകുന്നു. ചന്ദ്രനും വ്യാഴവും ശുക്രനും ഇവിടെ ശുഭഗ്രഹങ്ങളും ചൊവ്വയും ശനിയും പാപഗ്രഹങ്ങളുമാകുന്നു. ഈ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം ഇപ്രകാരമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ശ്രദ്ധിക്കുക. പ്രേഷ്യോ മൂർഖ ക്ലീബഃ മലിനാചാരോ ദുർഭഗോ വികലഃ ഭവതി നരോ ധനരഹിതഃ ശശി കുജ ഗുരു ശുക്ര രവിതനയൈഹി. രവിതനയഃ എന്നാൽ ശനി, രവിയുടെ പുത്രൻ ശനീശ്വരൻ. ശുഭഗ്രഹങ്ങളാകട്ടെ ചന്ദ്രനും വ്യാഴവും ശുക്രനും, ചൊവ്വയും ശനിയും പാപഗ്രഹങ്ങളും. ഈ ഗ്രഹത്തിൽ ജനിക്കുന്ന ഒരു ശിശു, ഒരു ബാലൻ ആരായിത്തീരുന്നു? അദ്ദേഹം പ്രേഷ്യ ഭവതി. പ്രേഷിതും യോഗ്യ പ്രേഷ്യ, ഒരു ദൂതനായി അയക്കുവാൻ പറ്റുന്ന വ്യക്തിയാകുന്നു, ഒരു ഉത്തമ ഭൃത്യനാകുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ദൗത്യമായി ചെയ്ത് തിരിച്ചു വരുന്ന ഒരു വിശ്വസ്തനായ ഭൃത്യനാകുന്നു പ്രേഷ്യൻ, അയക്കാൻ പറ്റിയ വ്യക്തിയാകുന്നു. ഞാൻ പറഞ്ഞു പ്രേഷിതും യോഗ്യ പ്രേഷ്യ. പിന്നീട് അദ്ദേഹം മൂർഖ ഭവതി. അദ്ദേഹത്തിൻ്റെ സ്വഭാവം മൂർഖ സ്വഭാവമാണ്, ദുഷ്ടസ്വഭാവം പുലർത്തുന്നു. മന്ദഹ എന്നൊരർത്ഥവുമുണ്ട്, വളരെ മന്ദമായി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്നൊരർത്ഥവുമുണ്ട്. പിന്നീട് ക്ലീബഹ, അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അവസ്ഥ ഒരു ക്ലീബത്വമാണ്. നപുംസക ഭാവത്തെ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം, ക്ലീബഹ. പിന്നീട് അദ്ദേഹം മലിനാചാരഹ, മലിനമായ ആചാരങ്ങളോട് കൂടിയ വ്യക്തിയുമാകുന്നു. അതിദുർഭഗ, അങ്ങേയറ്റം ദുർഭഗമാണ് അദ്ദേഹം, ഭാഗ്യം കെട്ട വ്യക്തിയാണ്. വൈകല്യമുള്ള വ്യക്തിയുമാണ്. ധനരഹിത, എപ്പോഴും ധനം അദ്ദേഹത്തിന് കൈവശമുണ്ടാകില്ല. ധനത്താൽ പരിത്യജിക്കപ്പെട്ട വ്യക്തിയുമാകുന്നു. ഇപ്രകാരമുള്ള സ്വഭാവത്തോടുകൂടിയ വ്യക്തിയാണ് ഈ പഞ്ചഗ്രഹ യോഗത്തിലൂടെ ജാതനാകുന്നതെന്ന് സാരം. നല്ലൊരു യോഗമല്ല ഇത്, മനസ്സിലാക്കുക. നമസ്തേ.